നില കൊട്ടിക്കലാശം കഴിഞ്ഞതോടെ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളുമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലമ്പൂർ. നാളെയാണ് ആ പോളിംഗ് ദിനം. വോട്ടെടുപ്പ് സാമഗ്രികളുടെ വിതരണവും ആരംഭിച്ചു കഴിഞ്ഞു. 7 പഞ്ചായത്തിലും നിലമ്പൂർ നഗരസഭകളിലുമായി ആകെയുള്ളത് 263 പോളിംഗ് ബൂത്തുകളാണ്. അരുൺ അമൃതനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സജീവമായി പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ പോളിംഗ് സാമഗ്രികൾ എത്തി വിതരണം ആരംഭിച്ചു. അത്തരത്തിൽ 263 ബൂത്തുകളാണുള്ളത്. പ്രശ്നബാധിത 11 ബൂത്തുകളുണ്ട്. ഇവിടെയെല്ലാം തന്നെ ക്രമീകരണങ്ങൾ നടത്തി വരികയാണ്. അത്തരത്തിൽ 2,32,000 വോട്ടർമാരുണ്ട്. അതിൽ പോളിംഗ് ശതമാനം ഒക്കെ കണക്കാക്കിക്കൊണ്ട് ഒരു 1.5 ലക്ഷത്തോളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. സുരക്ഷാ സംവിധാനങ്ങൾ, പോലീസ് ഉൾപ്പെടെയുള്ള വിന്യാസങ്ങൾ ഓരോ ബൂത്തിലും കൃത്യമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവിധ പ്രതീക്ഷയോടെയും ഊർജിതമായി തന്നെയുള്ള പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികളും ഏർപ്പെട്ടിരിക്കുകയാണ്. ആര്യാടൻ ഷൌക്കത്തും എം സ്വരാജും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഇന്ന് രാവിലെ തന്നെ വിവിധ വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ പ്രതികരണവുമായി രംഗത്ത് വന്ന് വീടുകൾ കയറിയുള്ള നിശബ്ദ പ്രചാരണത്തിലാണ്. PV അൻവറും ഉച്ചയോടുകൂടി തന്നെ വീടുകൾ കയറി അത്തരത്തിൽ വോട്ട് കണ്ടെത്താനുള്ള അവസാനവട്ട ശ്രമത്തിലേക്ക് ഇറങ്ങുകയാണ്. NDAയും ഒക്കെ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മൊത്തത്തിൽ ഈ മഴക്കാലത്തും കാലവർഷത്തിലും ഒരു തെരഞ്ഞെടുപ്പ് ചൂട് നിലമ്പൂർ അനുഭവിക്കുകയാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.